Hi friends, welcome to Aachi's scookworld. ഇന്ന് ഞാനൊരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചിക്കൻ വട. നിങ്ങൾക്ക് കണ്ടപ്പോഴും മനസ്സിലായി കാണും വടയാണെന്ന്. പക്ഷേ ഇത് ചിക്കൻ കൊണ്ടുള്ളൊരു പരിപ്പ് വടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുക്കറിൻ്റെ അകത്ത് ഒരു 100 ഗ്രാം ചിക്കൻ, അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് വേണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പക്ഷേ ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ വേകാൻ വേണ്ടിയിട്ട്. ചിക്കനും കുറച്ച് വെള്ളം ഊറി ഇറങ്ങും. എന്നാലും ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ചിക്കൻ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിൽ അപ്പോൾ കരിഞ്ഞ് പിടിക്കാതിരിക്കും. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി എൻ്റെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വെള്ളം നിപ്പുണ്ട്. ഈ വെള്ളം കളയരുത്. വെള്ളം കളഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ആ വെള്ളം കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്ത് വറ്റിച്ചെടുക്കണം. അതുവരെയും നമുക്ക് കുക്കറിൽ വെച്ച് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് കണ്ടോ ഇതേപോലെ വറ്റിച്ചെടുക്കാം. ഇനി ഇത് കൊച്ചു പീസുകളാക്കി മാറ്റാം നമുക്ക്. ഇനി ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പരിപ്പ് വടയ്ക്ക് എടുക്കുന്ന പരിപ്പാണിത്. കഴുകി കുതിർത്ത് വെച്ചിരുന്ന പരിപ്പ്. ഇനി ആവശ്യമുള്ളത് ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്. അതേപോലെ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും ഒരു 2 തണ്ട് കറിവേപ്പിലയും. ഇനി ഞാൻ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ പരിപ്പിൽ നിന്ന് ഞാൻ 1 പിടി കടലപ്പരിപ്പ് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കാരണം നമുക്കത് ഇനി ആവശ്യം വരെ നമുക്കത് ചേർക്കാനായിട്ട്. അപ്പോൾ അതത്ര ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ്, അതായത് ഈ കടലപ്പരിപ്പും നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇത് എല്ലാം കൂടെ ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം. നമ്മൾ സാധാ പരിപ്പ് വട ഉണ്ടാക്കത്തില്ലേ, അതേപോലെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇട്ടിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ അരഞ്ഞങ്ങ് പോകരുത്. കാരണം നമുക്ക് കടിക്കാൻ കുറച്ച് പീസ് വേണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നത് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ദേ ഞാൻ ചിക്കൻ കൊച്ചു പീസായി എല്ല് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചെങ്കിലും ബാക്കിയുള്ളതിനെല്ലാം നമ്മുടെ വടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് അതിപ്പം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എത്ര ഉപ്പാണോ ആവശ്യമുള്ളത് അത്രയും ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം അരയ്ക്കാൻ. ഇനി നമുക്കിത് നല്ല രീതിയിൽ അരച്ചെടുക്കാം. കണ്ടോ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന അതും കുറച്ച് കടലപ്പരിപ്പ് എടുത്ത് ഒരു പിടി കടലപ്പരിപ്പ് മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിതിന് ബോൾസ് ആക്കിയിട്ട് നമ്മൾ സാധാ പരിപ്പ് വടയുടെ അതേ ഷേപ്പാക്കി എടുക്കാം. കൈ വെച്ചിട്ട് തന്നെ അതേ ഷേപ്പാക്കി എടുക്കാം. കണ്ടോ ഇതേപോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. സാധാ നമ്മളുടെ വടയുടെ ഷേപ്പ് കണ്ടോ. എന്നിട്ട് ഞാനിപ്പം എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ട് അടുത്ത സൈഡും. ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഇതൊരു ഈ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചായയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഈ പരിപ്പ് വടയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നോൺ വെജൊക്കെ കഴിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും. ഇനി നോൺ വെജ് വേണ്ടാന്നുള്ളവർക്ക് ഈ ചിക്കൻ മാറ്റിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സാധാ വടയായി. കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടീ ടൈം സ്നാക്കാണത്.
നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കേണ്ട വിധവും എല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആച്ചീസ് കുക്ക് വേൾഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ ഉടനെ തന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ, ബൈ ബൈ.